നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ തേടിയെത്തുന്ന ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ്, നിങ്ങളുടെ എനർജി ഈ ഒരു സമയത്തെ എന്താണ്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഈ ഒരു സമയം ലഭിക്കാനായിട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ്, ദ എംപറർ, ജഡ്ജ്മെൻറ്റ്, മജീഷ്യൻ, 6 ഓഫ് പെൻറ്റക്കിൾസ്, ഫൂളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സിക്സ് ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്താണ് നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ആവേശമോ ധൈര്യമോ ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നാൽ അത് അപ്പോൾ തന്നെ നടപ്പിലാക്കണം എന്ന ഒരു ആവേശം നിങ്ങളിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാതെ ആ ഒരു കാര്യം നടപ്പാക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആവേശം വളരെ നല്ലതാണ്. എങ്കിലും ഒരു കാര്യത്തിലും അമിതമായിട്ട് ആവേശം കാണിക്കാതിരിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. എന്ത് കാര്യത്തിന് വേണ്ടി പണം മുടക്കുന്നതിലായാലും തീരുമാനങ്ങൾ എടുക്കുന്നതിലായാലുമൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കുക, ക്ഷമയോടെ കൃത്യമായ പ്ലാനിങ്ങോടെ ഏത് കാര്യത്തെയും സമീപിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിൽ പല ആളുകളും സ്വന്തം കാലിൽ നിൽക്കാനും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പല വിധത്തിലുള്ള പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ഈ ഒരു സമയം കണ്ടു തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിക്കാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കുക. അതേപോലെ തന്നെ ഇവിടെ എംപററിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെയും സ്വാതന്ത്ര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇതുവരെയും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ആയിരുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥ മാറി സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്താനുമൊക്കെയുള്ള ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രതിസന്ധികളിൽ തളർന്നു പോവാതെ ഏത് പ്രശ്നത്തെയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസവും ധൈര്യവുമൊക്കെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. കൂടാതെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മുൻകാല പ്രവർത്തികളുടെയൊക്കെ ഒരു ഫലം പ്രപഞ്ചം കൃത്യമായിട്ട് നൽകുന്ന ഒരു സമയമാണിത്. നിങ്ങൾക്ക് കൃത്യമായ നീതി ലഭിക്കുന്ന ഒരു സമയമാണിത്. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ നിങ്ങൾക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും തരാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പ്രപഞ്ചം നിങ്ങൾക്ക് കൃത്യമായ നീതി നൽകുന്ന ഒരു സമയമാണിത്. അതേപോലെ തന്നെ നിങ്ങളെ കുറച്ച് കാലമായിട്ട് വേട്ടയാടിയിരുന്ന എന്തെങ്കിലും പേടിയോ സംശയങ്ങളോ അല്ലെങ്കിൽ മാനസിക ഭാരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ സഫലമാക്കാനുള്ള എല്ലാ കഴിവുകളും നിങ്ങളിൽ
ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. ഇവിടെ മജീഷ്യൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു കഴിവുകളെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റുക. നിങ്ങളെക്കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ സാമ്പത്തികമായിട്ട് വലിയൊരു സഹായം പ്രപഞ്ചത്തിൽ നിന്നും ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ കടബാധ്യതകൾ തീർക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെയുള്ള ഒരു സാമ്പത്തികം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ വ്യക്തികളിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളിൽ കൂടിയോ ഒക്കെ ആയിരിക്കാം നിങ്ങളെ തേടി വരുന്നത്. കൂടാതെ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറാവുക എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരികെ നിങ്ങളുടെ കൈകളിൽ തന്നെ വന്ന് ചേരുന്നതാണ്. അതിനാൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ ഇവിടെ ഫൂളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു തുടക്കത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്നത്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും സങ്കടങ്ങളുമൊക്കെ പൂർണ്ണമായിട്ടും മാറി പുതിയൊരു തുടക്കത്തിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ പേടികളും ആശങ്കകളും ഒക്കെ മാറി സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ പുതിയൊരു ജോലി, ബിസിനസ്, യാത്ര, അതേപോലെ തന്നെ പുതിയൊരു ജീവിത രീതി, ഇതിലേക്കൊക്കെ കടക്കാനുള്ള നല്ല വഴികൾ പ്രപഞ്ചം നിങ്ങൾക്ക് തുറന്നു തരുന്ന ഒരു സമയം കൂടിയാണിത്. അതേപോലെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒക്കെ ഈ ഒരു സമയം നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് പരസ്പര ബഹുമാനവും സ്നേഹവും ഒക്കെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു നല്ല വാർത്തയോ അല്ലെങ്കിൽ ഒരു നല്ല ഓഫറോ ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മുന്നിലേക്ക് വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് സാമ്പത്തികമായിട്ടുള്ള വലിയൊരു ഭദ്രത ഈ ഒരു സമയം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. മുൻപ് പറഞ്ഞതുപോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ബിസിനസ്സിലോ ജോലിയിലോ ഒക്കെ വലിയൊരു ഉയർച്ച വന്നു ചേരുന്നതിലൂടെ ഒരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പണം ചിലവാക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ് ഉണ്ടാവണമെന്ന്. അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ ആലോചനയോ ഇല്ലാതെ എന്ത് കാര്യവും ചെയ്യാനുള്ള ഒരു ആവേശം നിങ്ങളിലിപ്പോൾ വളരെ കൂടുതലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ ആലോചനയും പ്ലാനിങ്ങും ഉണ്ടാവണമെന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. പണം അനാവശ്യമായിട്ട് കളയാതെ ഭാവിയിലേക്ക് കൂടി സമ്പാദിക്കുക എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഇവിടെ ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ദൈവാനുഗ്രഹം നിങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തിനൊക്കെ വലിയൊരു അംഗീകാരവും വിജയവുമൊക്കെ സംഭവിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളെ അഭിനന്ദിക്കുന്ന, അംഗീകരിക്കുന്ന ഒക്കെ ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.